ഹായ് ഗൈസ്, ഇന്നൊരു ഫേസ് പാക്ക് ആണ്. ഞാൻ എല്ലാ ആഴ്ചകളിലും ചെയ്യുന്നതാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എൻ്റെ മൂക്കിലും താടി ഭാഗത്തും ഒത്തിരി കാരം വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ചെയ്യാൻ കേട്ടോ. ഇത് തേനാണ്. ഞാനൊരു കവറിൽ ഇട്ടിട്ട് കെട്ടി വെച്ചിരുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഉറുമ്പൊന്നും കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കവറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. തേനാണ് കേട്ടോ ആദ്യം തന്നെ വേണ്ടത്. അപ്പൊ തേൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് തേൻ എടുത്തിട്ട് മൂക്കിന്റെ ആ ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മതി. നമ്മൾ ഈ മുഖത്തുള്ള കാരം കുരു അതൊക്കെ കളയുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ആവി പിടിക്കുന്ന നല്ലതാണ് കേട്ടോ. നമ്മുടെ ഫേസിൽ ആവി പിടിക്കുന്ന നല്ലതാണ്. നല്ല രീതിക്ക് കുരുവൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ആവി പിടിക്കുമ്പോൾ കുരു പോകും കേട്ടോ. കാരണം കുഞ്ഞിലെ എനിക്ക് എൻ്റെ മുഖത്ത് നല്ല രീതിക്ക് കുരു ഉണ്ടായിരുന്നു കേട്ടോ. എത്ര മരുന്ന് എന്തൊക്കെ ഉപയോഗിച്ചിട്ട് മാറാത്ത കുരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ആവി പിടിക്കുമായിരുന്നു കേട്ടോ. ഡെയിലി ഒക്കെ പിടിക്കുമായിരുന്നു. അങ്ങനെയാണ് പിന്നെ മുഖത്തുള്ള വലിയ വലിയ കുരുക്കളെല്ലാം മാറി കിട്ടിയത്. അപ്പൊ നമ്മൾ ഈ മുഖത്തുള്ള ഈ മൂക്കിന്റെ ഇവിടെയൊക്കെ ഉള്ള കാരമൊക്കെ കളയുന്നതിന് മുമ്പ് ആവി പിടിക്കുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെ തേനെല്ലാം മൂക്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇതൊക്കെ ഒന്ന് കുതിർന്ന് വരും കേട്ടോ. അപ്പൊ എളുപ്പമായിരിക്കും നമുക്ക് പിന്നീട് ഇത് കളയാനായിട്ട്. അപ്പം ഒരു 5 മിനിറ്റോളം ഒന്ന് വെച്ചേക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ അരിപ്പൊടി. ഈ അരിപ്പൊടി ആണെങ്കിൽ വെള്ളത്തിൽ ചെറുതായിട്ടൊന്ന് കുതിർത്തെടുത്തതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ തരി തരിയായിട്ടിരിക്കും. അപ്പൊ ഞാൻ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ കോഫി പൗഡർ ഇല്ലേ, കോഫി പൗഡർ വെച്ചിട്ടും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മൂക്കിലെ കാരമൊക്കെ പോകും കേട്ടോ. അപ്പൊ ഞാൻ കൂടുതലായിട്ടും അരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. ചില സമയങ്ങളിൽ കോഫി പൗഡർ എടുക്കാറുള്ളൂ. അപ്പൊ അരിപ്പൊടി നല്ലതാണ് കേട്ടോ. ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. അരിപ്പൊടി ചെറുതായിട്ടൊന്ന് വെള്ളത്തിലൊന്ന് കൂത്തിട്ട് ഇതേപോലെ മൂക്കിലും നമ്മുടെ താടി ഭാഗത്തും കൈകൊണ്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുക. നല്ല റിസൾട്ടാണ് കേട്ടോ. കുറച്ചു നേരം കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. അപ്പൊ ആഴ്ചയിൽ ചെയ്യണം. ആഴ്ചയിൽ ചെയ്തില്ലെങ്കിൽ വീണ്ടും വീണ്ടും വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആഴ്ചയിൽ ചെയ്യാറുണ്ട് കേട്ടോ. ഇങ്ങനെ കണ്ടോ, ഒരു കുറച്ചു നേരം ആയിട്ടുണ്ട് ഞാനിങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കണത്. മൂക്കൊക്കെ ചെറുതായിട്ടൊന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല കേട്ടോ, എല്ലാം പോയി കിട്ടും. ഈ തേൻ ആദ്യം ഇടുന്നത് കൊണ്ട് തന്നെ കുറച്ചെല്ലാം പോയി കിട്ടും കേട്ടോ. അപ്പൊ ഒത്തിരി കാരമൊക്കെ മൂക്കിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഇതൊക്കെ കളയാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഇഷ്ടമായവർ ചെയ്ത് നോക്കണേ. ഞാൻ എന്തായാലും ഇതൊക്കെയാണ് കേട്ടോ വീട്ടിൽ ചെയ്യാറുള്ളത്. അപ്പൊ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം കുറെ ആൾക്കാർക്ക് ഇങ്ങനെ കാരത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. മൂക്കിലും താടി ഭാഗത്തും ഫുള്ളായിട്ട് വരും. ഞാനിപ്പോ കഴുകിയിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ. നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. പിന്നെ ആഴ്ചയിൽ ചെയ്താൽ മതി. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്തേക്കണേ.